ദൈവത്തെക്കുറിച്ച് അറിയാൻ എന്താണ് മാർഗം? പദാർത്ഥാതീതനും ശക്തനും പ്രതാപിയുമായ ഒരു ദൈവത്തെ അറിയാൻ സയന്റിഫിക് മെത്തേഡിലൂടെ പരിമിതികളുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടത്തുള്ളവൻ, നമ്മുടെ കാഴ്ചക്കോ കേൾവിക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം പവർഫുള്ളായ ഒരാളെ കുറിച്ച് നാം എങ്ങനെ അറിയും? അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് അതിന് കഴിവില്ലെങ്കിലും അത്തരത്തിൽ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനും അവനോട് ആശയവിനിമയം നടത്താനും കഴിവുള്ള വിഭാഗമുണ്ട്. അവരാണ് മലക്കുകൾ. ആ മലക്കുകൾക്ക് ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഏതുപോലെ ഒരു മതിലിനപ്പുറം ഒരു വസ്തു ഉള്ളതിനെ കുറിച്ച് നാം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വസ്തുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു മാർഗം ഒരാൾ അവിടെ നിന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറയലാണ്. അയാൾ വിശ്വസ്തനാണെങ്കിൽ അതിൽ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ദൈവിക സന്ദേശങ്ങളുമായി ഒരു സന്ദേശവാഹകനെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. മലക്കുകളിൽപ്പെട്ട ജിബിരിൽ എന്ന മലക്കാണത്. ജിബിരിൽ അടക്കമുള്ള മലക്കുകൾ ഏറെ ശക്തരാണ്. അവരിൽ നിന്ന് ആ ദൈവിക സന്ദേശം സ്വീകരിക്കാൻ മനുഷ്യരിൽ നിന്ന് ശക്തരും മനോബലമുള്ളവരും വിശ്വസ്തരുമായ ആളുകൾ ആവശ്യമാണ്. അങ്ങനെ മനുഷ്യരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ആളുകളാണ് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരിലൂടെയാണ് ദൈവിക സന്ദേശം മനുഷ്യരിലേക്ക് എത്തിച്ചേർന്നത്. ഈ ദൈവിക സന്ദേശത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കൂ. എങ്കിൽ ഈ ദൈവിക സന്ദേശം സത്യമാകാനുള്ള സാധ്യത എത്രയാണ്? ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ അതിലുന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം ശരിയാണ്? ദൈവമില്ലെന്ന് സ്ഥാപിക്കാനായി വാദിക്കുന്നവർക്ക് അത് നൽകുന്ന മറുചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആരുടെ വാദങ്ങളാണ് ശരി? ഏതാണ് കൂടുതൽ ശരിയായത്? ഏതാണ് ആത്യന്തിക സത്യം? നമുക്ക് പരിശോധിക്കാം.